തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡം ബീജ ഉൽപ്പത്തി എന്നുള്ള കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോക്കൂ, ബിന്ദുവിൻ മഹനീയ ശക്തിയാൽ വികാരപ്പെട്ട് അണ്ഡവും അഖണ്ഡവും പിന്നെ അതേ കാര്യമായി ഭൂതങ്ങൾ 5 പാലിനുള്ളിൽ തൈര് പോൽ പിന്നേതിനും മകമ്പുറമെന്നുമായി തീരും ബിന്ദു. അപ്പോൾ ഇവിടെ ബിന്ദു ശക്തിയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ പറയുന്നത്. അതായത് ശക്തി സ്വരൂപിണിയായ ആദിശക്തിയായ ദേവിയുടെ മഹത്വത്തെക്കുറിച്ച് തിരുമൂലദേവൻ പറയുന്നു. ബിന്ദുവിൻ മഹനീയ ശക്തിയാൽ വികാരപ്പെട്ട് ബിന്ദുവാണ് ആദ്യമുണ്ടായത്. ഈ ബിന്ദുവിൽ നിന്ന് വികാരപ്പെട്ട് അണ്ഡവും അഖണ്ഡവും പിന്നതേ കാര്യമായി ഭൂതങ്ങൾ 5 ഉണ്ടായി. അപ്പോൾ ബിന്ദു ശക്തിയിൽ നിന്നാണ് അണ്ഡവും അതേപോലെ ഈ അഖണ്ഡ ജീവജാലങ്ങളും പിന്നെ കാര്യവും എല്ലാം ഉണ്ടാകുന്നത്. അതിനുശേഷം 5 ഭൂതങ്ങൾ ഉണ്ടാകുന്നു, പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളുടെ അമ്മയാണ് ബിന്ദു എന്ന് പറയാം. അപ്പോൾ ഈ മഹനീയമായ ബിന്ദു ശക്തിയിൽ നിന്നാണ് അണ്ഡവും അഖണ്ഡവും അതേപോലെ 5 ഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും 36 തത്വങ്ങളും ഉണ്ടാകുന്നതും ഈ മഹനീയമായ ബിന്ദുവിൽ നിന്നാണ് എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അഖണ്ഡവും ഉണ്ടാകുന്നു, പിന്നെ 5 ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഏതുപോലെ? പാലിന് തൈര് പോൽ. പാലിൽ എപ്രകാരമാണോ പാലിൽ നിന്ന് എപ്രകാരമാണോ തൈരുണ്ടാകുന്നത്, ആ തൈരിൽ എങ്ങനെയാണോ വെണ്ണ ഉണ്ടാകുന്നത്, അതേപോലെ അകംപുറം മുഴുവനും ഈ ബിന്ദുവാൽ നിറയപ്പെട്ടിരിക്കുന്നു. പാലിനുൾ തൈര് പോൽ പിന്നെ അതിനും അകംപുറമെന്നുമായി തീരും ബിന്ദു. അപ്പോൾ ബിന്ദു ശക്തിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് തിരുമൂലദേവൻ എപ്പോഴും പറയുന്ന നാദവും ബിന്ദുവും. നാദം ശിവനാണ് എങ്കിൽ ബിന്ദു ശക്തി സ്വരൂപിണിയായ ദേവിയാണ്, പ്രകൃതിയാണ്. അപ്പോൾ പുരുഷ പ്രകൃതി സങ്കല്പത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ശിവനും ശക്തിയും അഥവാ പുരുഷനും പ്രകൃതിയും. ഈ പ്രകൃതി മഹത്വത്തെക്കുറിച്ചും പുരുഷ മഹത്വത്തെക്കുറിച്ചും അറിയണമെങ്കിൽ നാം സാംഖ്യയോഗത്തിലേക്ക് അല്പം ഒന്ന് കടക്കണം. സാംഖ്യയോഗത്തെക്കുറിച്ചിട്ട് പ്രധാനമായിട്ടും കപില മഹർഷി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, സാംഖ്യശാസ്ത്രം ലോകത്തിൻ്റെ മുഴുവനും തത്വശാസ്ത്രങ്ങളുടെ അടിത്തറയാണ്. കപില മഹർഷിയാണ് സാംഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. ലോകത്തിൻ്റെ ആദ്യത്തെ ജ്ഞാനദർശനമാണിത്. സാംഖ്യദർശനത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പ്രാമാണിക ഗ്രന്ഥം ഈശ്വരകൃഷ്ണൻ്റെ സാംഖ്യകാരികയാണ്. സാംഖ്യദർശനത്തിൻ്റെ കാതൽ നമുക്കെന്താണെന്ന് നോക്കാം. നിത്യതത്വങ്ങൾ 2 അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. നിത്യതത്വങ്ങൾ 2, പ്രകൃതിയും പുരുഷനും. പ്രകൃതി നിരന്തരം പരിവർത്തനം ചെയ്യുന്ന തത്വങ്ങളുടെ ഒരു ബൃഹത് സമ്മിശ്രമാണ്. എല്ലാ കാര്യങ്ങൾക്കും കാരണമുള്ളപ്പോൾ പ്രകൃതിക്ക് കാരണമില്ല, എന്നാൽ അത് എല്ലാ കാര്യങ്ങളുടെയും കാരണമാണ്. അപ്പോൾ പ്രകൃതിയാണ് എല്ലാ കാര്യങ്ങളുടെയും കാരണം. പ്രകൃതിക്ക് പ്രധാനമായും 3 ഗുണങ്ങളാണുള്ളത്. ഒരു മുപ്പിരി കെയറാണ് പ്രകൃതി. പ്രകൃതിയുടെ 1ാമത്തെ ഗുണം സത്വമാകുന്നു. നന്മയെയും സുഖത്തെയും ഉളവാക്കുന്നതാണ് സത്വം. അപ്പോൾ സത്വഗുണത്തെ പറ്റി. പിന്നെ അത് കഴിഞ്ഞാൽ
സത്വം, പിന്നെ രാജസം. രണ്ടാമത്തെ ഗുണമാണ് രാജസം. എല്ലാ ക്രിയകളുടെയും ഉറവിടമാണ് രാജസം. അത് ദുഃഖത്തെ ഉളവാക്കുന്നു. മൂന്നാമത്തേത് തമസ്സാകുന്നു. അത് ക്രിയാശീലത്തെ തടയുന്നു. തമസ് നിരുത്സാഹതയും ഉദാസീനതയും അജ്ഞാനവും ആലസ്യവും ഉണ്ടാക്കുന്നു. സത്വം അഭിവ്യക്തിയെയും രജസ് പ്രവൃത്തിയെയും തമസ് നിയമനത്തെയും ഉളവാക്കുന്നു. നിയമനം എന്നാൽ സത്വത്തിൻ്റെ അഭിവ്യക്തിയെ തടയുന്നത് എന്നാണ് അർത്ഥം. ഈ മൂന്നും വിളക്കിൽ ജ്വാല, എണ്ണ, തിരി എന്നിവ പോലെ അടുത്തടുത്ത് ബന്ധപ്പെട്ടതാണ്. പ്രകൃതിയുടെ വികാസത്തിൻ്റെ ആദ്യത്തെ ഉൽപ്പന്ന പദാർത്ഥമാണ് മഹത്ത്. വിശ്വപക്ഷത്തിലാകുമ്പോഴാണ് മഹത്ത് എന്ന് വിളിക്കുന്നത്. എന്നാൽ വ്യക്തിപക്ഷത്തിലാകുമ്പോൾ ഇത് ബുദ്ധിയാകുന്നു. അതുകൊണ്ട് മഹത്തിൻ്റെ പര്യായമായ ശബ്ദമാണ് ബുദ്ധി. ബുദ്ധിക്ക് 3 ഗുണങ്ങളാണുള്ളത്. സാത്വിക പക്ഷത്തിൽ ബുദ്ധിക്ക് ധർമ്മനിർവഹണം, ജ്ഞാനം, ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി, ദിവ്യശക്തി എന്നീ ഗുണങ്ങൾ ലഭിക്കുന്നു. രാജസപക്ഷത്തിൽ ബുദ്ധി ആഗ്രഹങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. താമസപക്ഷത്തിൽ അത് അശ്രദ്ധ, അജ്ഞാനം എന്നിവയെ സൃഷ്ടിക്കുന്നു. അശക്തി, തൃപ്തി, പൂർണ്ണത, അജ്ഞാനം എന്നീ 4 ഘടകങ്ങൾ ചേർന്നതാണ് ബുദ്ധി. അജ്ഞാനത്തിന് 5 ഘടകങ്ങളാണ്: അവിദ്യ, അഹംഭാവം, രാഗം, ദ്വേഷം, ഭയം എന്നിവ. ഈ വിഭജന ക്രമം സാംഖ്യകാരികയിൽ കൊടുത്തിരിക്കുന്നു. പ്രകൃതിയുടെ അഭിവ്യക്തി പുരുഷന് വേണ്ടിയാണ്. പ്രകൃതിയുടെ പരിണാമം മുഴുവനും പുരുഷൻ്റെ മുക്തിക്ക് വേണ്ടിയാണ്. സാംഖ്യശാസ്ത്ര പഠനത്തിൽ സ്വാമി വിവേകാനന്ദൻ ഇതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. നമുക്ക് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം. പ്രകൃതി എന്ന് പറയുന്ന ഈ സംഘാതത്തിൽ നിത്യപരിണാമങ്ങൾ ആത്മാവിൻ്റെ ഭോഗത്തിനും മോക്ഷത്തിനും വേണ്ടി ഏറ്റവും താഴ്ന്നത് മുതൽ ഏറ്റവും ഉയർന്നത് വരെയുള്ള അനുഭവങ്ങൾ ആത്മാവിന് കൈവരാൻ വേണ്ടിയാണ്. അവ ആർജിച്ച് തീരുമ്പോൾ താൻ ഒരിക്കലും പ്രകൃതി അല്ലായിരുന്നില്ലെന്നും തികച്ചും വേറെയായിരുന്നെന്നും തനിക്ക് നാശമോ പോക്കുവരവോ സാധ്യമല്ല. സർവ യാത്രയും പുനർജന്മവും പ്രകൃതിയിലായിരുന്നു, ആത്മാവിലല്ല എന്ന് ആത്മാവ് അറിയുന്നു. അങ്ങനെ ആത്മാവ് സ്വതന്ത്രമാകുന്നു. ഇതാണ് സാംഖ്യശാസ്ത്രത്തിൽ കപില മഹർഷി പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ പ്രകൃതിക്ക് 36 ആദ്യം 18 തത്വങ്ങളുണ്ടെന്ന് ചില സാംഖ്യകാരികയിൽ പറയുന്നുണ്ട്. പിന്നെ 36 തത്വങ്ങൾ, അതായത് കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ 18 പടികൾ ഈ ബിന്ദുശക്തിയിൽ കുടികൊള്ളുന്നു. അത് പിന്നെ 36 വികസിക്കുന്നു. പിന്നെ അത് ചില ഗ്രന്ഥങ്ങളിൽ 96 തത്വങ്ങളായി വികസിക്കുന്നു. ഈ 96 തത്വങ്ങളും പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതത്രേ. ഈ പ്രകൃതിയാണ് ശിവനോടൊത്ത് മേളിക്കുന്നത്. അപ്പോൾ ശിവൻ, പ്രകൃതി എന്നീ 2 തത്വങ്ങൾ, ശിവൻ ശക്തി എന്നീ 2 തത്വങ്ങൾ സത്യത്തിൽ സാംഖ്യശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. ഇതിലെ പ്രകൃതി തന്നെയാണ് ഇവിടെ ബിന്ദുശക്തിയായി രൂപപ്പെടുന്നത്. ആ ബിന്ദുശക്തിയിൽ നിന്നാണ്, നോക്കൂ, അഖണ്ഡവും പിന്നെ ആദ്യം അണ്ഡമുണ്ടാകുന്നു, പിന്നെ അഖണ്ഡമുണ്ടാകുന്നു. അങ്ങനെ പിന്നെ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളും അണ്ഡവും അഖണ്ഡവും എല്ലാം ഉണ്ടാകുന്നത് ബിന്ദുശക്തിയിൽ നിന്നാണ്. ഈ ബിന്ദുശക്തി എങ്ങനെയാണ്? പാലിൽ തൈര് പോൽ പിന്നെ അതിനും അകം പുറമെന്നുമായി തീരും. അകവും പുറവും, അതായത് കാര്യവും കാരണവും എല്ലാം തന്നെ ഈ ബിന്ദുശക്തിയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ബിന്ദുവിനെ കുറിച്ചിട്ട് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ നാദം ശിവനും ബിന്ദു ശക്തിയുമാണ്. ഈ ശിവശക്തികളുടെ മേളനമാണ്
സഹസ്രാരത്തിൽ നടക്കുന്നത്. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉയർന്ന സഹസ്രാരത്തിലെ ശിവനുമായി മേളിക്കുന്നു. ഇതാണ് തിരുമൂലദേവൻ പറയുന്ന യോഗശാസ്ത്ര രഹസ്യം. ഇതിനെക്കുറിച്ചിട്ടാണ് ബീജോൽപത്തിയിൽ പ്രധാനമായിട്ടും തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സാഖ്യത്തിൻ്റെ കാതലാണ് ബിന്ദു ശക്തിയിൽ തിരുമൂലദേവൻ പറയുന്നത്. സാഖ്യദർശനം പിന്നീട് വളരെയേറെ വികാസം പ്രാപിക്കുകയും അതിൻ്റെ സഹചാരിയായിട്ട് യോഗശാസ്ത്രം വളരുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുന്നു. അപ്പോൾ സാഖ്യത്തിൽ നിന്നാണ് പിന്നീട് യോഗശാസ്ത്രവും മറ്റ് പല ശാസ്ത്രശാഖകളുമെല്ലാം ഉണ്ടാകുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് നമുക്ക് സാഖ്യ ദർശനമായിട്ട് കരുതാം. അവിടുത്തെ ബിന്ദു ശക്തിയിൽ നിന്നാണ് അണ്ഡവും അഖണ്ഡവും പഞ്ചഭൂതങ്ങളും എല്ലാത്തിൻ്റെയും കാര്യവും കാരണവുമെല്ലാം ഉണ്ടാകുന്നത് എന്ന് തിരുമൂലദേവൻ ഈ പാടലിൽ നമുക്ക് വിശദമാക്കി തരുന്നു. ഇതാണ് തിരുമൂലദേവൻ്റെ ഈ പാടലിൽ നാം കാണുന്ന കാര്യം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.